ദശകം 79 രുക്മിണീഹരണം. ബലസമേത ബലാനുഗതോ ഭവൻ. ഹേ ഗുരുവായൂരപ്പ, എപ്പോഴാണോ ബലരാമൻ പുറത്തു പോയിരുന്നത് തിരിച്ച് ദ്വാരകയിലെത്തിയത്, അന്വേഷിച്ചപ്പോൾ കൃഷ്ണനെ കാണാനില്ല. ആർക്കും അറിയില്ല. അപ്പോൾ ഏകദേശം ഊഹിച്ചു രുക്മിണിയുടെ വിവാഹം നടക്കാൻ പോവാണ്, അവിടേക്ക് പോയിട്ടുണ്ടാവും. ഉടനെ സൈന്യത്തിനോട് തയ്യാറാവാൻ പറഞ്ഞു. അങ്ങനെ സൈന്യം തയ്യാറായി. ബലസമേത ബലാനുഗത. അങ്ങനെ ആ സൈന്യത്തോടുകൂടി ബലരാമൻ കുണ്ഠിനത്തിലേക്ക് പുറപ്പെട്ടു. തൻ്റെ യോഗശക്തി കൊണ്ടാണെന്ന് വിചാരിക്കണം. എല്ലാവരും സമയത്തിന് കൃഷ്ണൻ എത്തിയുന്ന ആ സമയത്ത് തന്നെ രണ്ടുപേരും എത്തിക്കഴിഞ്ഞു. ബലസമേത ബലാനുഗതോ ഭവൻ. രുക്മി, ശിശുപാലൻ മുതലായവരെ ലഹള ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബലരാമൻ സൈന്യത്തോടുകൂടി വന്നത്. പുരമഗാഹത. അങ്ങനെ കുണ്ഠിനപുരത്തിൽ അവർ എത്തിച്ചേർന്നു. ഭീഷ്മനെയും ബലരാമനെയും കൃഷ്ണനെയും കണ്ടതായ സമയത്ത് ഭീഷ്മകൻ എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി അവർ സ്വീകരിച്ചു. ഭീഷ്മകമാനിത. അവരെ ക്ഷണിച്ചിട്ടുള്ളതല്ലാതെ വേണം വിചാരിക്കാൻ. എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ച് അവർ വന്നിട്ടുണ്ട്. ഇത് ക്ഷണിക്കാതെ കണ്ട് വന്നിരിക്കുന്നു. അപ്പം അതിലെന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. അദ്ദേഹം അവരെ സ്വീകരിച്ച് അവർക്ക് ശ്രേഷ്ഠമായ വാസസ്ഥാനമെല്ലാം നൽകി. അത്രത്തോളമായി കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണകുമാരൻ പറഞ്ഞു, ഇനി ഞാൻ ഇപ്പോൾ വരാം, ഞാൻ രുക്മിണിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെടും. ദ്വിജസുതം ത്വതുപാഗമവാദിനം. രുക്മിണിയാണെങ്കിലോ ബ്രാഹ്മണകുമാരനെ കാണാണ്ട് വല്ലാണ്ട് ദുഃഖിച്ചിരിക്കുകയാണ്. അത്യന്തം വ്യാകുലയായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ ബ്രാഹ്മണകുമാരൻ ചിരിച്ചുകൊണ്ട് വരുന്നു. ദ്വിജസുതം ത്വതുപാഗമവാദിനം. കൂട്ടിക്കൊണ്ടുന്നുണ്ട് കേട്ടോ, കൂട്ടിക്കൊണ്ടുന്നുണ്ട്. ആ ഭഗവാൻ വന്നതിനെ അറിയിച്ചു. ധൃതരസ. എപ്പോഴാണോ ആ വിധത്തിൽ ആ ബ്രാഹ്മണകുമാരൻ തന്നെ അനുഗ്രഹിച്ചത്, ഒട്ടും താമസിയാതെ എന്തെന്നില്ലാത്തതായ സന്തോഷത്തോടുകൂടി പ്രീതിയോടുകൂടി തരസാ പ്രണനാമസ. എന്താണ് ഈ ബ്രാഹ്മണകുമാരനെ കൊടുക്കേണ്ടത് ചിന്തിച്ചു. എന്ത് ചെയ്തിട്ടും തോന്നണില്ല. അപ്പോൾ ഒന്ന് നമസ്കരിച്ചു. സാ തരസാ പ്രണനാമ. സാഷ്ടാംഗ നമസ്കാരം ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മൾ ലക്ഷ്മി ദേവിയെ നമസ്കരിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ആ ലക്ഷ്മി ദേവി തന്നെ നമ്മളെ നമസ്കരിച്ചാലോ എന്താ അവസ്ഥ? അതാണ്. അതുതന്നെയാണ് ദേവി മനസ്സുകൊണ്ട് വിചാരിച്ചത്. അപ്പോൾ വസ്തുക്കൾ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒന്നിലും അദ്ദേഹത്തിന് ആഗ്രഹമില്ല. ദേവി എപ്പോഴാണോ തന്നെ നമസ്കരിച്ചത് അനുഗ്രഹിച്ചു, അവിടുന്ന് പോയി എന്നാണ് പറയണത്. എവിടേക്കാണ് പോയത് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയണത് ഇത് ആ വാൽമീകി തന്നെയാണ്. ഇവരുടെ ആ വിവാഹം നടത്താൻ വേണ്ടി, കൂടിച്ചേരലിന് വേണ്ടി ഈ വിധത്തിൽ ഒരു വേഷമെടുത്തതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഒന്നും ഭാഗവത്തിലുള്ളതല്ല. അപ്പോൾ ബലരാമനെയും കൃഷ്ണനെയും ശ്രേഷ്ഠങ്ങളായ മുറികളിൽ കൊണ്ടിയാക്കി രുക്മിണിയോട്
ഭഗവാൻ വന്നവീരത്തിനെ കുറിച്ച് പറഞ്ഞ് ത്വതുപാഗമവാദിനം ആ രുക്മിണിയുടെ നമസ്കാരത്തിനെ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി ആ ബ്രാഹ്മണകുമാരൻ കുടീരത്തിൽ നിന്ന് പോയി. ശ്ലോകം 2. ഭുവനകാന്തമപേക്ഷ്യ എപ്പോഴാണോ കൃഷ്ണൻ രാമന് വന്നിട്ടുണ്ട് എന്ന് കുടീരവാസികൾ അറിഞ്ഞത് അവർ കാണാനായിട്ട് ഓടി വന്നു. ഭുവനകാന്തമപേക്ഷ്യ ഭവദ്ബഭുഃ ഭുവനത്തിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ശരീരമാണ് ഭഗവാന്റെ. അത്ര മനോഹരമായിട്ടുള്ള ശരീരം. അത് കുടീരപുരത്തിലെ എല്ലാ വാസികളും കണ്ടു. അവർക്ക് എന്തോന്നില്ലാത്ത സന്തോഷമുണ്ടായി. ഈ കൃഷ്ണൻ തന്നെ ആയിരിക്കണം നമ്മുടെ രുക്മിണിക്കുട്ടിയുടെ ഭർത്താവ് എന്നവർ മനസ്സുകൊണ്ട് പറഞ്ഞു. പക്ഷേ നിർവസുതസ്യ നിശമ്യ ചേഷ്ടിതം രാജാവിൻ്റെ പുത്രനായിരിക്കുന്ന ആ രുക്മിയുടെ ചേഷ്ടയെക്കുറിച്ച് അറിഞ്ഞിട്ട് കൃഷ്ണൻ കൊടുക്കാതെ കണ്ട് തൻ്റെ സുഹൃത്തായിരിക്കുന്ന ശിശുപാലന് കൊടുക്കുന്നതായ ആ പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞിട്ട് വിപുല ഖേദജുഷാം എത്രയാണ് സങ്കടം പറയാൻ വയ്യ. വിപുലമായ അത്യന്തം വേദന ഉണ്ടാക്കുന്നതായ ഒരു ഖേദം, ദുഃഖം. ആ ദുഃഖത്തോട് കൂടിയവരായി ജുഷാം വിപുല ഖേദജുഷാം കുണ്ടീരത്തിൽ എല്ലാവരും ആ വിധത്തിൽ പുരവാസിനാം ആ പുരത്തിൽ വസിക്കുന്നവർ എല്ലാവരും അവർ അന്ന് വീട്ടിലേക്ക് പോയില്ല എന്നാണ് പറയുന്നത്. ഏകദേശം വൈകുന്നേരത്താണ് ഇവരെത്തിയിരിക്കുന്നത്. എപ്പോൾ അവരുടെ മുറികളിലേക്ക് പോയോ ഇവരവിടെ തന്നെ ഇരുന്നു, കൊട്ടാരത്തിന് പുറത്തിരുന്നു. സരുദിതൈഹി കരഞ്ഞുകൊണ്ടിരുന്നു, രോദനം ചെയ്തുകൊണ്ടിരുന്നു. എന്തു പറഞ്ഞു ചോദിച്ചു? ഉദിതൈഹി പല വാക്കുകൾ. എന്നാലും നമ്മുടെ രാജകുമാരൻ രുക്മി ഇങ്ങനെ ചെയ്തത് നന്നായില്ല. തൻ്റെ സഹോദരിയെ ഏറ്റവും ശ്രേഷ്ഠനായ ആൾക്കാരിലേക്ക് കൊടുക്കേണ്ടത്, അല്ലാണ്ട് ശിശുപാലനല്ലല്ലോ. പിന്നെ ചിലർ പറഞ്ഞു, അല്ല രാജാവല്ലേ തീരുമാനിക്കേണ്ടത്, രാജാവ് എന്തുകൊണ്ട് ഈ മകൻ്റെ കൂടെ ഇങ്ങനെ നിന്നു എന്നെല്ലാം പറഞ്ഞ് രുദിതൈഹി പല വിധത്തിലുള്ള വാക്കുകൾ. ആ വാക്കുകൾ പറയുന്നത് സരുദിതൈഹി സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട്. അങ്ങനെ അഗമന്നിശ ആ രാത്രി മുഴുവൻ അവർ അവിടെ കഴിച്ചു കൂട്ടിയെന്നർത്ഥം. തങ്ങളുടെ വീടുകളിലേക്ക് പോകാതെ ആ കൊട്ടാരത്തിൻ്റെ പുറത്ത് തന്നെ ഉദ്യാനങ്ങളുണ്ടാവാം, ആ ഉദ്യാനത്തിൽ അവരുടെ രാത്രി കഴിച്ചു കൂട്ടി. അപ്പോൾ കുണ്ടീരപുരത്തിലെ ആൾക്കാർ തീർച്ചയാക്കി രുക്മിണിക്ക് സദൃശനായിട്ടുള്ളത് കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ അവരെ അനുഗ്രഹിക്കണം, രുക്മിണിയെ അനുഗ്രഹിക്കണമെന്ന് ഈ പ്രവാസികളെയും അനുഗ്രഹിക്കണം ഭഗവാൻതായി. അങ്ങനെ രാത്രി കഴിഞ്ഞുകൂടി. പിറ്റേ ദിവസം രാവിലെ ശ്ലോകം 3. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം ആ ദേവിയെ ശിവൻ്റെ പത്നി ശിവ പാർവതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പാർവതിയെ വന്ദിക്കാൻ വേണ്ടി പോകുന്നു. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിഹിത മംഗളഭൂഷണവാസുര ചെയ്യേണ്ടതായ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഭൂഷണങ്ങൾ ആഭരണങ്ങൾ അണിഞ്ഞ് ഭാസുരമായ ശരീരത്തോടുകൂടി പ്രകാശിക്കുന്നതായ ശരീരത്തോടുകൂടി. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു പ്രകാശമുണ്ട്,
വസ്ത്രങ്ങളുടെ പ്രകാശമുണ്ട്, ആഭരണങ്ങളുടെ പ്രകാശമുണ്ട്. വിഹിത മംഗള ഭൂഷണഭാസുര, അതിമനോഹരങ്ങളായിട്ടുള്ളതായ ആഭരണങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. രാജകുമാരിയല്ലേ. അതുകൊണ്ട് ആ ശരീരത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ട്, പക്ഷേ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. എപ്പോഴും മനസ്സിൽ ഭഗവാനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ഭവതർപ്പിത ജീവിത, തൻ്റെ ജീവൻ തന്നെ ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് സദാ ഭഗവത് സ്മരണയോടുകൂടി, സദാ ഭഗവത് സ്മരണയോടുകൂടി. ഭവതർപ്പിത ജീവിത നിരകമൽ, കൂട്ടുകാരികളുണ്ട്, മറ്റു തോഴിമാരുണ്ട്, ഭടന്മാരുണ്ട്, എല്ലാവരോടും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. മുന്തി നിൽക്കുന്നത് എന്താണ്? ഭവതർപ്പിത ജീവിത, നമുക്കുള്ള ഉപദേശമാണ്. നമ്മളെപ്പോഴും ആ ഭഗവത് സ്മരണയോടുകൂടിയിരിക്കുന്നവരായിരിക്കണം. സ്മരണ കൊണ്ട് എന്തെല്ലാം ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടോ അതെല്ലാം പോകും. ആ ഭഗവാന്റെ മനോഹര രൂപം ഉള്ളിൽ ചെല്ലുമ്പോഴും ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴും ഈ ദുഃഖമെല്ലാം മാറും എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഭവതർപ്പിത ജീവിത സ്വപുരത, തൻ്റെ പുരത്തിൽ നിന്ന്, ആ കൊട്ടാരത്തിൽ നിന്ന് നിരകമൽ, നിർഗമിച്ചു പുറത്തേക്ക്. പുരത സുഭടാവൃത, നല്ല ഭടന്മാർ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് മുൻഭാഗത്ത്, പുരത മുൻഭാഗത്ത് കുമാരിയെ രക്ഷിച്ചുകൊണ്ട്, രുക്മിണിയെ രക്ഷിച്ചുകൊണ്ട് ഭടന്മാർ മുന്നിൽ നിൽക്കണു. പിൻഭാഗത്ത് അതുപോലെ ഭടന്മാരുണ്ടാവണം. അതിൻ്റെ മധ്യത്തിലായിട്ട് രുക്മിണിയും കൂട്ടുകാരും, പിന്നെ ശ്രേഷ്ഠകളായിട്ടുള്ളതായ രാജാവിൻ്റെ പത്നി ഉണ്ടാവണം, മാതാവ് ഉണ്ടാവണം. തീർച്ചയായിട്ടും അവരെല്ലാവരും കൂടി ചേർന്ന് ആ ശിവയുടെ മന്ദിരത്തിലേക്ക്, പാർവതീദേവിയുടെ മന്ദിരത്തിലേക്ക്, ജഗദംബികയുടെ മന്ദിരത്തിലേക്ക് അവരെല്ലാവരും കുട്ടിയെ ആനയിച്ചു, അങ്ങോട്ട് കൊണ്ടുപോയി.